മരുന്നില്ലെന്ന മലയാള മനോരമ വാർത്ത തള്ളി തിരുവനന്തപുരം ജനറൽ ആശുപത്രി ആർഎംഒ. ആവശ്യത്തിനുള്ള മരുന്ന് ജനറൽ ആശുപത്രിയിൽ സ്റ്റോക്കുണ്ടെന്ന് ആർഎംഒ കൈരളി ന്യൂസിനോട് വ്യക്തമാക്കി. മരുന്നിന് പോലും മരുന്നില്ലെന്ന മലയാള മനോരമയുടെ വാർത്ത പൊളിഞ്ഞതോടെ വ്യാജ വാർത്തയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. പൊതുജനങ്ങളിൽ തെറ്റിദ്ധാരണ പടർത്തുന്ന തരത്തിൽ തിരുവനന്തപുരം ജനറൽ ആശുപത്രിയിൽ മരുന്നിന് പോലും മരുന്നില്ലെന്നാണ് മലയാള മനോരമ 1-ാം തീയതി നൽകിയ വാർത്ത. വലിയ പ്രതിഷേധമാണ് മലയാള മനോരമയുടെ വ്യാജ വാർത്തയ്ക്കെതിരെ ഉയർന്നത്. വാർത്തയിൽ പറയുന്നതുപോലെ മരുന്നില്ലാത്ത സാഹചര്യം ജനറൽ ആശുപത്രിയിൽ ഉണ്ടായിട്ടില്ലെന്ന് ആർഎംഒ ഡോക്ടർ ജോയ് കൈരളി ന്യൂസിനോട് വ്യക്തമാക്കി. അത്യാവശ്യം മരുന്നുകളെല്ലാം തന്നെ സ്റ്റോക്കുണ്ട്. സ്റ്റോക്ക് കുറയുന്ന അനുസരിച്ചിട്ട് ഇൻഡൻറ്റ് കൊടുക്കുക സ്വാഭാവികമായിട്ട് ചെയ്യുന്ന ഒരു പ്രക്രിയ മാത്രമാണ്. OPയിൽ ചില മരുന്നുകൾ ചില രോഗികൾക്ക് സ്പെഷ്യലായിട്ട് എഴുതേണ്ട മരുന്നുകൾ അങ്ങനെയും പ്രിസ്ക്രിപ്ഷൻ കൊടുക്കാറുണ്ട്. ഇൻഡൻറ്റ് പ്രോസസ്സ് എന്ന് പറയുന്നത് കഴിഞ്ഞ വർഷത്തെ OPയുടെ എണ്ണത്തിന് അനുസൃതമാണ്. ഇപ്പോൾ ഗവൺമെൻറ് ഹോസ്പിറ്റലിൻ്റെ സ്വീകാര്യത വർദ്ധിക്കുന്നത് കൊണ്ടാണ് മരുന്ന് ഈ ഇൻഡൻറ്റിനേക്കാൾ കൂടുതൽ വരുന്നത്. അപ്പോൾ 25% അധിക ഇൻഡൻറ്റ് നമുക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതെത്തുന്നതിനുള്ള ചില കാലതാമസങ്ങൾ നേരിടുന്ന സമയത്ത് പകരമായിട്ടുള്ള മരുന്നുകൾ സ്റ്റോക്കുണ്ട്. ആ പകരമായിട്ടുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട്. ഇതാണ് ഇതിനകത്ത് സംഭവിച്ചിരിക്കുന്നത്. പക്ഷെ മരുന്നിന് പോലും മരുന്നില്ല എന്ന് പറയുന്നത് ഒട്ടും വാസ്തവമല്ലാത്ത കാര്യമാണ്. പനി ബാധിച്ച് ചികിത്സയ്ക്കായി എത്തിയ രോഗിക്ക് ഡോക്ടർ നൽകിയ കുറിപ്പടിയിലെ മരുന്നൊന്നും ആശുപത്രിയിൽ കിട്ടാനില്ലെന്നാണ് മലയാള മനോരമ വാർത്ത. എന്നാൽ 9 മരുന്നിൽ 7 മരുന്നും കിട്ടിയെന്ന് വാർത്തയ്ക്കകത്തു തന്നെ പറയുന്നുണ്ട്. ലോകത്തിന് മാതൃകയായ കേരളത്തിലെ ആരോഗ്യമേഖലയെ തകർക്കാൻ ലക്ഷ്യമിട്ടുള്ള മലയാള മനോരമ വാർത്തയ്ക്കെതിരെ വ്യാപക പ്രതിഷേധമാണ് ഉയരുന്നത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.